ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എസ് സി നഴ്സിങ്ങിനെ കുറിച്ചാണ്. നിങ്ങൾ ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് പഠിക്കുന്നതിന് മുന്നേ, ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആ കോഴ്സിനെ പറ്റി മുഴുവൻ ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കണം. എന്താണ് ഇത്, എങ്ങനെയാണ് ഇത് പഠിച്ചതിന് ശേഷം ഉണ്ടാവുക ഒക്കെ അറിഞ്ഞിട്ട് വേണം ഒരു കോഴ്സ് എടുക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബി എസ് സി നഴ്സിങ്ങിനെ കുറിച്ചാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള പ്രൊഫഷനുകളിൽ ഒന്നാണ് ബി എസ് സി നഴ്സിംഗ്. സോ ബി എസ് സി നഴ്സിംഗിൻ്റെ സ്കോപ്പ് ഓരോ വർഷം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, കൊറോണ ശേഷം ബി എസ് സി നഴ്സിംഗ് എന്ന ഒരു മേഖലയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണവും വളരെയേറെ കൂടുതലാണ്. 100% പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ഒരു ജോലി കൂടിയാണ് നഴ്സിംഗ്. നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. അത് നിങ്ങൾ എവിടെ പഠിച്ചാലും നഴ്സിംഗിൻ്റെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും ജോലി ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സാലറിയും ബെറ്റർ ലൈഫുമാണ് നഴ്സിംഗ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളിനി നാട്ടിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സെക്ടേഴ്സ്, സെൻട്രൽ ഗവൺമെൻറ് സെക്ടേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് തന്നെ അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്ക് നഴ്സിംഗ് പഠിച്ച് നിങ്ങൾക്ക് ക്ലിനിക്കൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് MSc എടുക്കാവുന്നതാണ്. MSc എടുക്കണമെങ്കിൽ ഒരു 1 year എക്സ്പീരിയൻസ് വേണം. അതില്ലാതെ തന്നെ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തായാലും പഠിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പിന്നെ എക്സ്പീരിയൻസ് ആയ ശേഷം MSc എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സാലറിയിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൽ പലതരത്തിലുള്ള നഴ്സിംഗ് ഉണ്ട്. GNM, BSc, ANM അങ്ങനെ പല കാറ്റഗറിയിലെ നഴ്സുമാരുണ്ട്. പഠിച്ചിറങ്ങിയ ഇവരൊക്കെ നഴ്സുമാരാണ്. പക്ഷേ അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റിനും അതുപോലെ തന്നെ നിങ്ങൾ പുറത്ത് പോയി വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് BSc നഴ്സിംഗിനെ കുറിച്ചാണ്. BSc നഴ്സിംഗ് എന്ന് പറയുന്നത് 4 വർഷത്തെ ഒരു കോഴ്സാണ്. 4 വർഷത്തെ കോഴ്സ് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാറുണ്ട്. വളരെ ടഫായിട്ടുള്ള ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ്. അത് പഠിക്കുമ്പോഴായാലും നിങ്ങൾ ജോലി ചെയ്യുമ്പോഴായാലും വളരെയേറെ സീരിയസ്നെസ്സോടുകൂടി ചെയ്യേണ്ട ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ്. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് എന്ന് വിചാരിച്ചിട്ട് ആരും തന്നെ നഴ്സിംഗ് എടുക്കരുത്. കാരണം ഇത് വളരെ ടഫായിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. BSc ആയാലും GNM ആയാലും വളരെ ബുദ്ധിമുട്ടുള്ള, പഠിക്കാൻ അധികം നല്ല രീതിക്ക് കഷ്ടപ്പാടുള്ള ഒരു പ്രൊഫഷനാണ്. ഇപ്പോൾ കൂടുതലും സെമസ്റ്റർ ബാച്ചാണ്. അതായത് 6 മാസം കൂടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 6 മാസം തന്നെ ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. തിയറി ഉണ്ടാവും, പ്രാക്ടിക്കൽ ഉണ്ടാവും, വൈവി ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് പുറമെ നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ ഡ്യൂട്ടി ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ടാവും. എഴുതി നല്ല രീതിക്ക് നിങ്ങൾക്ക് മടുപ്പ് വരും. കാരണം നിങ്ങൾ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 100% ഷുവറാണ് നേഴ്സിംഗ് എടുത്ത് എല്ലാവരും ഒരു പോയിന്റ് ചിന്തിക്കും, ഞാൻ എന്തിനാണ് ഇതെടുത്തത്. ബിക്കോസ് അവർക്ക് അത്രയേറെ ബുദ്ധിമുട്ടുണ്ടാകും കോളേജ്. കാരണം നമുക്ക് പഠിക്കുന്നതിനപ്പുറം നമുക്ക് കോളേജിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രഷറുണ്ട്. കാരണം മേ ബി അത് നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യുമായിരിക്കും. കാരണം നമുക്ക് ഏത് സാഹചര്യത്തിൽ കൂടി നമുക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പ്രഷറൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് അതിലെന്താണ് പഠിക്കാനുള്ളതെന്ന് ചിന്തിക്കുന്നുണ്ടാവും. നഴ്സിങ്ങിന് ഒരുപാട് പഠിക്കാനുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് അതിൽ സബ്ജക്റ്റ് വരുന്നത് എല്ലാം, ഒരു ഹ്യൂമൻ അനാട്ടമി, ഒരു മനുഷ്യൻ്റെ ശരീരം മുതൽ എല്ലാം പഠിക്കാനുണ്ട്. കാരണം നിങ്ങൾ 4 വർഷത്തെ കോഴ്സാണ്. ശരിക്കും 5 വർഷം കഴിഞ്ഞാൽ ഡോക്ടർ ആവും. സോ അത് ആ വർഷത്തിൻ്റെ ഇയർ വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന്. കാരണം ഒരു ഡോക്ടർ പഠിക്കുന്നതിൻ്റെ അത്രയില്ലെങ്കിലും എന്നാലും ഏകദേശം സാമ്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ചിലപ്പം ഒരു MBBS സ്റ്റുഡൻറ്റ് പഠിക്കുന്നത് ചിലപ്പം ഡീറ്റെയിൽ ആയിട്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ലെങ്കിലും എല്ലാ മേഖലകളും നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ വേറൊരു കാര്യം. പിന്നെ സബ്ജക്റ്റുകളെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറേയേറെ സബ്ജക്റ്റുകളുണ്ട്. അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, സോഷ്യോളജി, ബയോകെമിസ്ട്രി, അങ്ങനെ കുറേയേറെ സബ്ജക്റ്റുകൾ. അതിന് പുറമെ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് അഥവാ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ്, ആൻഡ് അതേപോലെ തന്നെ ഒബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക്കോളജി. ഇത് ഓരോ സെമസ്റ്ററുകളായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, ഈ ഓരോ സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് അതിൻ്റേതായ ഡ്യൂട്ടികളും ഉണ്ടാവും. ഓരോ സെമസ്റ്ററായിട്ട് നിങ്ങൾക്ക് അതത് ഹോസ്പിറ്റലുകളിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ഡ്യൂട്ടികൾ ഉണ്ടാവും. അപ്പോൾ ഡ്യൂട്ടികൾക്ക് നിങ്ങൾക്ക് കെയർ പ്ലാൻ, കേസ് സ്റ്റഡി, അങ്ങനെ കുറേ അസൈൻമെൻറ്റുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാനും ഉണ്ടാവും, പഠിക്കാനും ഉണ്ടാവും. കേസ് പ്രസൻറ്റേഷൻ, അങ്ങനെ ക്ലിനിക്കൽ ഡ്യൂട്ടി തുടങ്ങി നിങ്ങൾക്ക് ഒട്ടും ടൈം കിട്ടത്തില്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ടാവും, പഠിക്കാനുണ്ടാവും, പ്രസൻറ്റേഷൻസ് ഉണ്ടാവും.
അതുപോലെ തന്നെ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, ഈ ഓരോ സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് അതിൻ്റേതായ ഡ്യൂട്ടികളും ഉണ്ടാവും. ഓരോ സെമസ്റ്ററായിട്ട് നിങ്ങൾക്ക് അതത് ഹോസ്പിറ്റലുകളിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ഡ്യൂട്ടികളും ഉണ്ടാവും. അപ്പോൾ ഡ്യൂട്ടികൾക്ക് നിങ്ങൾക്ക് കെയർ പ്ലാൻ, കേസ് സ്റ്റഡി, അങ്ങനെ കുറേ അസൈൻമെൻറ്റുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാനും ഉണ്ടാവും, പഠിക്കാനും ഉണ്ടാവും. കേസ് പ്രസൻറ്റേഷൻ, അങ്ങനെ ക്ലിനിക്കൽ ഡ്യൂട്ടി തുടങ്ങി നിങ്ങൾക്ക് ഒട്ടും ടൈം കിട്ടത്തില്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ടാവും, പഠിക്കാനുണ്ടാവും, പ്രസൻറ്റേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു രജിസ്റ്റേർഡ് നേഴ്സ് ആവുന്നു. രജിസ്റ്റേർഡ് നേഴ്സ് ആയിക്കഴിഞ്ഞാലുള്ള സ്കോപ്പുകൾ, ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത് വളരെ വലിയതാണ്. കാരണം അത് നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ പോയാലും ഒരു രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഒഴികെ ബാക്കി എവിടെ പോയാലും രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഏറ്റവും അധികം ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹൈ സാലറിയും നല്ല ബെറ്റർ ലൈഫും കിട്ടുന്ന ഒരു പ്രൊഫഷനാണ്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ വരുമ്പോൾ ഏറ്റവും കുറവ് സാലറി ഉള്ള ഒരു പ്രൊഫഷനുകളിൽ ഒന്നാണ് നഴ്സിംഗ്. കാരണം നമുക്ക് നഴ്സിംഗ് കഴിഞ്ഞ് കിട്ടുന്നത് 15,000 രൂപ മുതൽ 20,000 രൂപ വരെ ആയിരിക്കും. 20,000 ഒക്കെ കിട്ടുന്ന ഹോസ്പിറ്റൽ വളരെ കുറവാണ്. കാരണം വിരലിൽ എണ്ണാവുന്ന ഹോസ്പിറ്റലുകൾ മാത്രമേ 20,000 അതിൽ കൂടുതലൊക്കെ കൊടുക്കുന്നുള്ളൂ. മിനിമം സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് ഫ്രഷേഴ്സിന് 15,000, ചിലപ്പം 12 ഒക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. സോ നിങ്ങൾ നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നഴ്സിംഗ് കഴിഞ്ഞിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ PSCയോ അഥവാ സെൻട്രൽ ഗവൺമെൻറ് നോൺ സെറ്റ് എക്സാമോ എഴുതിയിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷനാണ് നഴ്സിംഗ്. നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് കിട്ടുന്ന ഏറ്റവും നല്ലൊരു പ്രൊഫഷനാണ്. അതേപോലെ നിങ്ങൾക്ക് പുറത്തു പോകാൻ ഒരുപാട് എക്സാമുകളുണ്ട്. DHA, MOH, കോമെട്രിക് എക്സാമുകൾ, NCLEX-R, അങ്ങനെ ഒരുപാട് എക്സാമുകളുണ്ട് പല കൺട്രിയിലോട്ടും. ഓരോ കൺട്രിയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന ലൈഫും വ്യത്യസ്തമാണ്. സോ നിങ്ങൾക്ക് കുറേയേറെ സേവ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് കിട്ടാനും നഴ്സിംഗ് പ്രൊഫഷൻ ഹെൽപ്പ് ചെയ്യും. എല്ലാ കാലത്തും സ്കോപ്പ് കൂടി വരുന്ന ഒരു പ്രൊഫഷൻ കൂടിയാണ് നഴ്സിംഗ്. ഇനി നിങ്ങൾ നഴ്സിംഗ് നാട്ടിലെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നാട്ടിൽ നഴ്സിംഗ് കോളേജസുകൾ വളരെ കുറവാണ് കമ്പയർ ടു അതർ സംസ്ഥാനങ്ങൾ. സോ നിങ്ങൾ നാട്ടിലെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഗവൺമെൻറ്റിലാണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ വേണം. കാരണം കൊറോണയ്ക്ക് ശേഷം ഭയങ്കര ഒരു ഒഴുക്കാണ് കുട്ടികൾ നഴ്സിങ്ങിനോട്ട് വരുന്നത്. സോ കൊറോണയ്ക്ക് ശേഷം ഭയങ്കര ടൈറ്റാണ് നാട്ടിൽ ഒരു അഡ്മിഷൻ കിട്ടാൻ. പക്ഷെ നിങ്ങൾ പുറത്ത് പോയി അതർ കർണാടകയിലോ തമിഴ്നാട്ടിലൊക്കെ പോയി പഠിച്ചാലും സെയിം വാല്യൂ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ല കോളേജസുകൾ നോക്കിയെടുക്കുക. എവിടെ പഠിക്കുവാണെങ്കിലും നല്ല കോളേജസുകൾ, അതേപോലെ നല്ല യൂണിവേഴ്സിറ്റിയിൽ അണ്ടർ പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് KNC INC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസുകളിൽ മാത്രം പഠിക്കുക. കാരണം നിങ്ങൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കോളേജും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ INC-ൻ്റെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവഡ് ഉണ്ടോ, കർണാടകയിലാണ് KNC-ൻ്റെ അപ്രൂവൽ ആയിട്ടുള്ള കോളേജിലാണോ പഠിച്ചത് എന്നാണ് നോക്കുന്നത്. സോ പിന്നെ നല്ലൊരു കോളേജിൽ നോക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഇതൊരു ബേസിക് ഇൻഫർമേഷൻ ആണ് നിങ്ങൾ നഴ്സിംഗ് എടുക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇതൊരു പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വേണമെങ്കിൽ, നിങ്ങൾക്ക് നഴ്സിങ്ങിനെ കുറിച്ച്, അഡ്മിഷനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, എങ്ങനെ അഡ്മിഷൻ എടുക്കാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ക്രൈറ്റീരിയസ് ഫോളോ ചെയ്യേണ്ടത് ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. സോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യുക.